ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കുമായിട്ടാണ്. നമുക്ക് ഒരു ഉരുളക്കിഴങ്ങും ഒരു സവാളയും കയ്യിലിട്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചായക്ക് ഒരു കടി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിതിന് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. വേവിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, ഇനി ശേഷമാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുന്ന പോലെ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടി ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാനെല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ള പണി എന്ന് പറഞ്ഞാൽ ഒരു 2-3 തവണ നന്നായിട്ട് കഴുകുക. നന്നായിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് ആ സ്റ്റാർച്ചൊക്കെ പോകുള്ളൂ, നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ 2-3 തവണയെങ്കിലും സാധാ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് വെള്ളം നന്നായിട്ട് ഊറ്റി വെക്കണം കുറച്ച് നേരം. ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് വേണം എടുക്കാൻ. അതിലേക്ക് നമ്മൾ ഒരു സവാള നല്ല കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിലുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഉള്ളിയിലും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിലൊക്കെ മൊത്തമായിട്ട് നന്നായിട്ട് പിടിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഉരുളക്കിഴങ്ങിൽ ഒട്ടും തന്നെ വെള്ളമില്ലാതെ ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ പൊടി ഇടുന്ന സമയത്ത് ഒരുപാട് പൊടി ഇടേണ്ടി വരും നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് ഊറ്റി കളഞ്ഞിട്ട് മാത്രം എടുക്കുക. അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് മൈദപ്പൊടിയാണ്. അപ്പോൾ അത് അളവ് ഞാൻ പറയുന്നില്ല, ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണൊക്കെ എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എടുക്കുന്ന ആ ഒരു ഉള്ളിയുടെയും ഇതിൻ്റെയൊക്കെ വലുപ്പത്തിനനുസരിച്ച് മാറ്റം വരാം. അപ്പോൾ അത് കുറച്ചായിട്ട് ചേർത്തിട്ട് ഏകദേശം 1 ടേബിൾ സ്പൂണൊക്കെ ഒന്ന് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം വേണമെങ്കിൽ മാത്രം ഇത്രയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ശരിക്കും ഉള്ളിവട ഉണ്ടാക്കണ മാതിരി തന്നെ ഉണ്ടാക്കാം. കയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് അങ്ങനെ ചുട്ടെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോൾസാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ബോൾസാക്കി എടുക്കുമ്പോൾ കുറച്ച് അധികം മൈദപ്പൊടി ഇടേണ്ടി വരും. നമ്മൾ മാക്സിമം പൊടി കുറയ്ക്കാൻ നോക്കുക, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കുറച്ചും കൂടി ലൂസ് ആയിട്ടുണ്ടാവും, സവാള ചേർത്തല്ല, അപ്പോൾ കുറച്ചുകൂടെ വെള്ളം പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇത്രയും കൂടി ഒരു സ്പൂണും കൂടെ പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഒരു സ്പൂണും കൂടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് കറക്റ്റ് പാകമാണ്. ഇതിൽ കൂടുതൽ പൊടി വേണം. നമ്മൾ ഒരുപാട് ടൈറ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് നമുക്കൊന്ന് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു പരുവം മതി. അപ്പോൾ ഈ ഒരു പരുവം. ഞാനത് റൗണ്ടിലാണ് ചെയ്യുന്നത്, ബോൾസ് മാതിരിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ പരത്തിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. മാക്സിമം തിന്നാക്കിയിട്ട് കഴിഞ്ഞാൽ വേറൊരു നമ്മൾ ഉള്ളിവട കഴിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോ ബോൾസ് ആക്കിയിട്ട് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നമ്മൾ വേവിക്കുന്നതൊക്കെ നമ്മൾ ബോൾസ് ആക്കുകയാണെങ്കിൽ കുറച്ച് നേരം വെച്ച് വേവിക്കണം. പരത്തിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അധികം സമയം വേണ്ടി വരില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുക. എടുക്കുന്ന നേരത്ത് തീ കൂട്ടി വെച്ചിട്ട് എടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ എണ്ണ കുടിച്ചിരിക്കില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 സൈഡ് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇത് 2 സൈഡ് നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് എടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റാം. അപ്പോൾ എക്സ്ട്രാ വരുന്ന എണ്ണയൊക്കെ അതിലേക്ക് അങ്ങ് പൊക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചൂടോടെ കഴിക്കാം. നമ്മൾ ഉള്ളിവട ഉണ്ടാക്കി എങ്ങനെയുണ്ട്, ചൂടോടെ കഴിക്കില്ല. അപ്പോൾ അതേപോലെ തന്നെ കഴിക്കുക. ശരിക്കും ഉള്ളിവടയുടെ ചേട്ടനും അനിയനും ഒക്കെ പറയാം നമുക്ക്. ഏകദേശം ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ചുമ്മാ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ നിങ്ങൾക്ക് മുളക് പൊടിയുടെ പകരം പച്ചമുളക് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.